ക്ലാസ് അധ്യാപികയെ ന്യായീകരിച്ചുകൊണ്ട് പ്രധാനാധ്യാപിക രണ്ടുപേർക്കും സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഏത് തരത്തിലാണ് വീണ്ടും ഒരു ന്യായീകരണത്തിലേക്ക് സ്കൂൾ കടക്കുന്നത്? അപർണ, ഇന്ന് വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. 9ാം ക്ലാസ്സുകാരൻ്റെ ആത്മഹത്യ അത് ടീച്ചർ മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണെന്ന ആരോപണം കുടുംബം നേരത്തെ ഉന്നയിച്ചു. സഹപാഠികളും സ്കൂളിലെ മറ്റു കുട്ടികളും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ആ തരത്തിൽ ഇന്ന് രാവിലെ വലിയ പ്രതിഷേധം KSUവിൻ്റെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിലേക്ക് കുട്ടികൾ പ്രതിഷേധവുമായി എത്തിയത്. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ ക്ലാസ്സിൽ കയറില്ല എന്ന നിലയിലേക്ക് കുട്ടികൾ പോവുകയായിരുന്നു. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. കുട്ടികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടികൾ വഴങ്ങിയില്ല. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഈ കുട്ടികളുടെ സമരം. പിന്നീട് ക്ലാസ് ടീച്ചർ ആശയെയും പ്രധാന അധ്യാപിക ലിസിയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം വന്നു. കുട്ടികളുടെ സമരം തന്നെയാണ് അതിന് പ്രധാനമായ കാരണമായി മാറിയത്. അർജുനെ ടീച്ചർ മാനസികമായി പീഡിപ്പിച്ചു എന്നത് തന്നെയാണ് പരാതി. അതിൽ അവർ പറയുന്നത് ഈ ഇൻസ്റ്റഗ്രാം വഴി സന്ദേശങ്ങൾ അയച്ചിരുന്നു. മറ്റൊരു കുട്ടിക്ക് ഈ സന്ദേശം അയച്ചത് ക്ലാസ് അധ്യാപിക അത് മനസ്സിലാക്കുകയും തുടർന്ന് വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. ഈ സൈബർ പോലീസിനെ വിവരമറിയിക്കുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും കുട്ടിയോട് പറഞ്ഞു. മാത്രമല്ല സൈബർ പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തുവെന്നാണ് സഹപാഠികൾ പറയുന്നത്. ഇത് അർജുനെ വലിയ തോതിൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കി. തുടർന്ന് കുട്ടി വീട്ടിലേക്ക് പോവുകയും കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയായിരുന്നു ഈ മൃതദേഹം. അതായത് സ്കൂളിൽ നിന്ന് വന്ന പാടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന കാര്യമാണ് വീട്ടുകാർ പറയുന്നത്. അതേസമയം ആദ്യം സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം വന്നത് കുട്ടിക്ക് വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു. മറ്റ് പല കാര്യങ്ങളിലും വീട്ടുകാർ കുട്ടിയെ മാനസികമായി പ്രയാസപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു തരത്തിലേക്ക് കുട്ടി പോയത് എന്ന ഒരു കാര്യമാണ് അധ്യാപകരുടെ ഭാഗത്ത് നിന്നൊരു വിശദീകരണമായി വന്നത്. പക്ഷേ അതൊന്നും തന്നെ ഈ സമരക്കാരെ അല്ലെങ്കിൽ ഈ കൂട്ടത്തോടെ സ്കൂളിന് പുറത്തിറങ്ങി അധ്യാപകർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കുട്ടികളെ അനുനയിപ്പിക്കാൻ പോകുന്നതായിരുന്നില്ല. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. 4 ദിവസത്തേക്ക് സ്കൂളിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചു. സ്കൂൾ ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 4 ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപർണ, വിനോദ്, വിദ്യാർത്ഥി സംഘടനകളടക്കവും നേരത്തെ വിനോദ് പറഞ്ഞ പോലെ തന്നെ ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഈ സസ്പെൻഷനിൽ തൃപ്തികരമാണോ അതോ കൂടുതൽ കടുത്ത നടപടികൾ വേണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ എടുക്കുന്നുണ്ടോ? അത് അങ്ങനെ ഒരു തലത്തിലേക്ക് കൂടി പോകുന്നുണ്ടോ അവിടെ? അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഇതിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ആത്മഹത്യാ പ്രേരണ പോലുള്ള കുറ്റം നിലനിൽക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള കുറ്റം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അധ്യാപകർക്കെതിരെ ആ തരത്തിലുള്ള പോലീസ് നടപടികൾ, നിയമ നടപടികൾ കൂടി ഉണ്ടാകും. ആ കാര്യങ്ങൾ കൂടി ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കാരണം അന്വേഷണം കഴിയുമ്പോഴേക്കും ഈ തരത്തിൽ കുട്ടിയെ അനാവശ്യമായാണോ ഭീഷണിപ്പെടുത്തിയത്, ഏതെങ്കിലും തരത്തിൽ ഈ സൈബർ പോലീസിനെയൊക്കെ ബന്ധപ്പെടാൻ തരത്തിലുള്ള ഗൗരവ സ്വഭാവം ഈ ഒരു സംഭവത്തിന് ഉണ്ടായിരുന്നു. ഇൻസ്റ്റ വഴി ഒരു സഹപാഠിക്ക് സന്ദേശം അയച്ചതിൻ്റെ പേരിൽ മാത്രം അങ്ങനെ കുട്ടിയെ ജയിലിലടയ്ക്കുമെന്നൊക്കെ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പായും പോലീസ് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇതിലെ വകുപ്പുകളും മറ്റു കാര്യങ്ങളും നോക്കുക. ഒരുപക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമെങ്കിൽ തീർച്ചയായും അതിനുള്ള നിയമപരമായ നടപടികൾ അധ്യാപകർ നേരിടേണ്ടി വരും. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാനേജ്മെൻറ്റിനും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നിർദ്ദേശം പോയതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യം അധ്യാപകരെ സംരക്ഷിക്കുന്ന നിലയിലായിരുന്നു മാനേജ്മെൻറ്റിൻ്റെ ഒരു നിലപാട്. PTA ഭാഗത്തു നിന്നും അത്തരത്തിലായിരുന്നു. കാരണം അധ്യാപകരുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ ഉള്ളതായി കണ്ടെത്തിയില്ല എന്ന നിലയിലൊക്കെയാണ് ഇങ്ങനെ മുതിർന്ന ആളുകൾ പറഞ്ഞത്. പക്ഷേ കുട്ടികൾ തുടർ സമരം എന്ന നിലയിൽ തന്നെയാണ് നിന്നത്. നടപടി ഉണ്ടായില്ലെങ്കിൽ ക്ലാസ്സിൽ കയറില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പറയുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സസ്പെൻഷൻ നടപടി, 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി, ക്ലാസ് ടീച്ചർ ആശയെയും പ്രധാന അധ്യാപിക ലിസിയെയും സസ്പെൻഡ് ചെയ്തുള്ള നടപടി ഉണ്ടായത്. അതിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും 4 ദിവസത്തേക്ക് ഇപ്പോൾ സ്കൂൾ അടച്ചിട്ടിട്ടുണ്ട്. കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായ മാനസിക പീഡനം തന്നെയാണ് ഇത്തരമൊരു ആത്മഹത്യയ്ക്ക് കാരണമായത്. കാരണം സ്കൂളിൽ നിന്ന് വന്ന് ആ വസ്ത്രത്തിൽ തന്നെ, ആ വേഷത്തിൽ തന്നെ, യൂണിഫോമോട് കൂടി തൂങ്ങി മരിക്കുകയായിരുന്നു. അത്രയും കുട്ടി വലിയ സമ്മർദ്ദത്തിലേക്ക് പോയി. ഒരുപക്ഷെ പോലീസ് പിടിക്കുമോ, ജയിലിലാകുമോ എന്നൊക്കെയുള്ള ആശങ്ക ഈ 14-കാരനെ അലട്ടിയിരുന്നു. ചെറിയ കുട്ടിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ടീച്ചറിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഭീഷണിപ്പെടുത്തൽ ഉണ്ടായി എന്ന ആരോപണമാണ് ശക്തമായി നിലനിൽക്കുന്നത്. വിനോദ്, പക്ഷേ അതിനൊപ്പം തന്നെ കുട്ടിക്ക് വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ന്യായീകരണം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഈ വിഷയം വീട്ടിൽ അറിയിച്ചിട്ടേ ഇല്ല എന്ന് കൂടി രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സമയത്ത്. അതായത് മാനേജ്മെന്റിന്റെ വാദത്തിൽ യാതൊരു കഴമ്പുമില്ല എന്നുകൂടിയാണോ വീട്ടുകാർ പറയുന്നത്?
വീട്ടുകാർ ആദ്യം മുതൽ തന്നെ ഈ പരാതി ഉന്നയിച്ചിരുന്നു. പോലീസിൽ പരാതിപ്പെടുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് തുടക്കത്തിലെടുത്തൊരു നിലപാട് ഏതൊരു അധ്യാപകനും ചെയ്യുന്ന കാര്യം മാത്രമേ ഈ ടീച്ചർമാർ ചെയ്തിട്ടുള്ളൂ. കാരണം പ്രധാനമായും ക്ലാസ് ടീച്ചർ എടുത്തിട്ടുള്ളൊരു നിലപാട് കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ്. പ്രത്യേകിച്ച് ഈ ഫോൺ ഉപയോഗം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഏതൊരു അധ്യാപകനും ഇടപെടുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട തരത്തിലുള്ള എന്തെങ്കിലും ഒരു സമ്മർദ്ദം ടീച്ചറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്ന കാര്യമാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. രാവിലെ മുതൽ ഈ ഒരു നിലപാടിലായിരുന്നു മാനേജ്മെൻറ്റ്. മാത്രമല്ല PTയുടെ ഭാഗത്ത് നിന്നും ഈ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം മാനേജ്മെൻറ്റിൻ്റെ മേൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സസ്പെൻഷൻ നടപടി ഉണ്ടായത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടി ഇടപെടലോടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശം കൊടുക്കുകയും ഈ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് തന്നെ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. വിനോദ, ഇനി അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്കൂൾ തലത്തിൽ, മാനേജ്മെന്റ് തലത്തിലുള്ള ഒരു അന്വേഷണം, വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം മറ്റൊരു വശത്ത്, അങ്ങനെയാണോ ആ അന്വേഷണം നടക്കുക? 2 തലത്തിലാണോ? 2 തരത്തിലുള്ള അന്വേഷണമാണ്. പോലീസ് അന്വേഷണവും വകുപ്പ് തല അന്വേഷണവും. വകുപ്പ് തല അന്വേഷണം സ്വാഭാവികമായും ഈ ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മ ഉണ്ടായോ, വീഴ്ച സംഭവിച്ചോ എന്നതാണ്. ഇപ്പോൾ പ്രാഥമികമായാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ കൂടുതൽ നടപടികളിലേക്ക് പോകണമെങ്കിൽ ഇതിലെന്തെങ്കിലും വീഴ്ച അവരുടെ ഭാഗത്ത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വേഗത്തിലുള്ള നടപടിക്ക് നിർദ്ദേശം നൽകിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ അധ്യാപകരെ സംരക്ഷിച്ച, അല്ലെങ്കിൽ ശക്തമായി അധ്യാപകർക്കൊപ്പം ഉറച്ചു നിന്ന മാനേജ്മെൻറ്റ് പിന്നീട് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായത്. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. വകുപ്പ് തല അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി അധ്യാപിക സൈബർ പോലീസിനെയൊക്കെ വിളിക്കുക എന്ന ആരോപണം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അധ്യാപിക പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഗൗരവതരമായ ഒരു കാര്യമാണ്. ഒരു സ്കൂളിലുണ്ടായ പ്രശ്നമാണ്. ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക, രക്ഷിതാക്കളുമായി ബന്ധപ്പെടുക തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കേണ്ടത്. അതിന് പകരം സൈബർ പോലീസിലൊക്കെ വിളിച്ച് ഒരു 9ാം ക്ലാസ്സുകാരനെതിരെ ക്ലാസ് അധ്യാപിക തന്നെ പോലീസിനെ ബന്ധപ്പെടുക എന്നത് അത്യന്തം ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഇവർക്കെതിരെ കൂടുതൽ കർശനമായ നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് പോലീസ് അന്വേഷണം. ഇതിൽ പരിശോധിക്കുന്നത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമോ എന്നതാണ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണമാണ്. മാത്രമല്ല സഹപാഠികൾ ഇത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഒരു റിപ്പോർട്ടിലേക്ക് പോവുക. കോടതിയിലൊക്കെ അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ ആ നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ ഉറപ്പായും FIR-മായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും പോലീസ് നടപടി മുന്നോട്ട് പോവുക. ഒറ്റ കാര്യം കൂടി വിനോദ, ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ, അതായത് അർജുൻ്റെ സഹപാഠികൾ എല്ലാവരും ഒറ്റ കെട്ടായി തന്നെ അധ്യാപകർക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് ഉണ്ടാകുന്നത്. മറ്റൊരു അഭിപ്രായം ഇതിനകത്ത് ഉണ്ടായിട്ടേ ഇല്ല. ഇന്ന് രാവിലെ തന്നെ KSU നേതൃത്വത്തിലായിരുന്നു ഈ സമരം വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്തത്. രാവിലെ മുതൽ വിദ്യാർത്ഥികളെടുത്ത നിലപാട് ക്ലാസ്സിൽ കയറില്ല എന്നതായിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ മരണം സംഭവിക്കുന്നു. തുടർന്ന് വീട്ടുകാരുടെ ആരോപണം വന്നു. ഈ വീട്ടുകാരുടെ ആരോപണമായി മാത്രം ഇത് അവശേഷിച്ചില്ല എന്നതാണ് പ്രത്യേകത. കാരണം സഹപാഠികളും ഇത്തരത്തിൽ അധ്യാപകർക്കെതിരെ രംഗത്ത് വരുന്ന ഒരു നിലയുണ്ടായി. ഈ പ്രധാനമായും ക്ലാസ് ടീച്ചർക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അവിടെ അനുനയത്തിനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു. കുട്ടികളോട് സമരം അവസാനിപ്പിക്കുന്നതിനും കൃത്യമായ നടപടി എടുക്കുമെന്ന ഉറപ്പുമൊക്കെ നൽകി. പക്ഷേ കർശനമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ക്ലാസ്സിൽ കയറില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു കുട്ടികളുണ്ടായിരുന്നത്. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തേക്ക് വന്ന് മുദ്രാവാക്യം വിളിച്ച് നടപടി ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പോലീസിൻ്റെ വലിയ സന്നാഹവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പണ്ടൊക്കെ സ്കൂൾ പഠനകാലത്ത് ഇങ്ങനെ സ്കൂളുകളിൽ വലിയ സമരം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കോളേജുകളിലും വലിയ സമരം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം ഒരു സ്കൂളിൽ കാണുന്ന നിലയിലേക്കാണ് ഇന്നിപ്പോൾ കണ്ണാടി സ്കൂളിലെ കാര്യങ്ങൾ മാറിയത്. മുഴുവൻ വിദ്യാർത്ഥികളും സ്കൂളിന് പുറത്തേക്ക് വന്ന് മുദ്രാവാക്യം വിളിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി നിൽക്കുകയായിരുന്നു. റൈറ്റ്. വിനോദ വിവരങ്ങൾ നൽകിയത്. കണ്ണാടി സ്കൂൾ അടച്ചിട്ട സാഹചര്യമാണ്. ഏതായാലും ക്ലാസ് അധ്യാപികയും ഒപ്പം പ്രധാന അധ്യാപികയും, ക്ലാസ് അധ്യാപികയെ ന്യായീകരിക്കുകയാണ് പ്രധാന അധ്യാപിക ചെയ്തത്. 2 പേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പോലീസ് തലത്തിൽ ഒരു അന്വേഷണം, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് തലത്തിലും അന്വേഷണം നടക്കുകയാണ്.